ഇറാൻ അമേരിക്ക യുദ്ധ പശ്ചാത്തലത്തിൽ അമേരിക്കക്കെതിരെ ശക്തമായ ചുവടുവെപ്പുമായി ഇറാൻ. ഭൂമിശാസ്ത്രപരമായി ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഇറാന്റെ അയൽരാജ്യങ്ങളിൽ ക്യാമ്പുണ്ടാക്കാനുള്ള സാധ്യത നിലനിൽക്കെയാണ് ഇറാന്റെ നീക്കമുണ്ടായത്. യുഎസിന് സൈനിക താവളം അനുവദിച്ചാൽ അത് തങ്ങളോടുള്ള യുദ്ധമായി കണക്കാക്കുമെന്ന് അയൽരാജ്യങ്ങൾക്ക് ഇറാൻ മുന്നറിയിപ്പ് നൽകി. അങ്ങനെ നൽകുന്നവർ നാശങ്ങൾ നേരിടാൻ തയ്യാറാകണമെന്നും തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനി പറഞ്ഞു. ഇറാഖ്, കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ, തുർക്കി എന്നീ രാജ്യങ്ങൾക്കാണ് ഇറാന്റെ മുന്നറിയിപ്പ് നൽകിയത്. നിങ്ങളുടെ മണ്ണിൽ നിന്ന് US ആക്രമണം നടത്തിയാൽ നിങ്ങളെ ലക്ഷ്യം വെക്കുമെന്ന് ഇറാൻ ഔദ്യോഗികമായി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. US സൈനിക ആക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ ഇറാന്റെ സവിശേഷ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അഥവാ IRGC അതീവ ജാഗ്രതയിലാണെന്ന് മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതേസമയം USുമായി നേരിട്ട് ചർച്ചയ്ക്ക് താൽപ്പര്യമില്ലെന്നും എന്നാൽ പരോക്ഷ ചർച്ചയാകാമെന്നും ഇറാൻ അറിയിച്ചു. അർത്ഥമില്ലാത്ത നേരിട്ടുള്ള ആണവ ചർച്ചകൾക്ക് താൽപ്പര്യമില്ലെന്നാണ് ഇറാൻ മുതിർന്ന നേതാക്കൾ അറിയിച്ചത്. US ആക്രമണം നടത്തിയാൽ ഏറ്റവും അടുത്തുള്ള US താവളങ്ങളിൽ ബോംബിടുമെന്നും ഇറാൻ അറിയിച്ചു. USുമായി ഒമാനെ ഇടനിലക്കാരാക്കി ചർച്ച നടത്താനാണ് താൽപ്പര്യമെന്നും ഇറാൻ അറിയിച്ചു. ഇറാനെ ആക്രമിക്കാൻ USന് സഹായം നൽകരുതെന്ന് ഇറാഖ്, UAE, ഖത്തർ, കുവൈത്ത്, തുർക്കി, ബഹ്റൈൻ രാജ്യങ്ങൾക്ക് ഇറാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അത്തരം പ്രവർത്തനം നേരിടുന്നവർ ഗുരുതരമായ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ആയത്തുള്ള ഖമേനി വ്യക്തമാക്കി. പശ്ചിമേഷ്യ ഏറ്റവും ഭീതിയോടെ കാണുന്ന ഒന്നാണ് അമേരിക്ക ഇറാൻ യുദ്ധം. ഏറെക്കാലമായി പരസ്പരം പോരടിക്കുന്ന ഇരു രാജ്യവും തമ്മിലുള്ള യുദ്ധം വൈകാതെ യാഥാർത്ഥ്യമായേക്കുമെന്നാണ് നിലവിലെ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കയുടെ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയത് മുതൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വൈര്യം അതിൻ്റെ സമീപകാലത്തെ ഏറ്റവും അപകടാവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ ആണവ ആയുധത്തെ ചൊല്ലിയാണ് സ്വന്തമായി ആണവായുധം കൈവശമുള്ള അമേരിക്ക എക്കാലവും ഭീഷണി മുഴക്കാറുള്ളത്. ആണവ കരാറിന് വഴങ്ങിയില്ലെങ്കിൽ ഇറാനുമേൽ ബോംബിടുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയത് കഴിഞ്ഞ ആഴ്ചയിലാണ്. അമേരിക്ക അല്ലെങ്കിൽ അതിൻ്റെ സഖ്യകക്ഷികൾ ഇറാനിൽ ആക്രമണം നടത്തുകയാണെങ്കിൽ ശക്തമായ പ്രതികരണമുണ്ടാകുമെന്ന് ഇറാന്റെ സുപ്രീം ലീഡർ ഇതിന് തിരിച്ചു മറുപടി നൽകിയിരുന്നു. സഹകരണമാണ് ഇറാൻ ലക്ഷ്യമിടുന്നതെങ്കിൽ ചർച്ചയ്ക്ക് ഒരുക്കമാണെന്നും മറിച്ചാണ് തീരുമാനമെങ്കിൽ ഏതറ്റം വരെയും പോകുമെന്ന് US മുന്നറിയിപ്പ് നൽകിയപ്പോൾ ഭീഷണിയും അടിച്ചേൽപ്പിക്കലും കൊണ്ട് വഴങ്ങുമെന്ന് കരുതേണ്ടതില്ലെന്നും ഇറാൻ അമേരിക്കയെ ഓർമ്മിപ്പിച്ചു. ആ ഓർമ്മപ്പെടുത്തൽ വെറുതെ ഉള്ളതല്ല. കാരണം ആണവ വിഷയം പറഞ്ഞ് അമേരിക്ക ഈ ഭീഷണി തുടങ്ങിയിട്ട് കാലം ഏറെയായി. പക്ഷേ ഒരു ഭീഷണിക്കും ഇറാൻ വഴങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. എന്നാൽ ഇത്തവണ കൂടുതൽ അപകടകരമായ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതുവരെ ഇരുവരും അവരുടെ സഖ്യകക്ഷികൾ മുഖേന ഏറ്റുമുട്ടിയിരുന്നു. എന്നാൽ ഇന്ന് സംഘർഷം തിരിച്ചുപോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ എത്തിയിരിക്കുകയാണെന്നും വിദഗ്ധർ പറയുന്നു. ഇറാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലുള്ള ദീഗാഗർഷ സൈനിക താവളത്തിൽ മുൻകൂർ ആക്രമണം നടത്തണമെന്നാവശ്യപ്പെടുന്ന റിപ്പോർട്ടുകൾ ഉണ്ട്. ദ ടെലിഗ്രാഫ് പത്രം റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് ഇറാനിയൻ സൈനിക കമാൻഡർമാർ ഈ താവളത്തിൽ ആക്രമണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം ഈ താവളം അമേരിക്കൻ ആക്രമണങ്ങൾക്ക് പ്രധാന കേന്ദ്രമാകാനുള്ള സാഹചര്യമുണ്ട്. മുൻകൂട്ടി ഇവിടെ ആക്രമണം നടത്തുന്നതോടെ അമേരിക്കയ്ക്ക് ഇവിടെയുള്ള മേൽക്കൈ ഇല്ലാതാക്കാനും ഇറാനെതിരെ ആക്രമണം നയിക്കാനുള്ള ബേസ് ക്യാമ്പ് ഇല്ലാതാക്കാനും കഴിയും. ഈ തീരുമാനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ അയൽ രാജ്യങ്ങൾക്ക് നേരെയുള്ള ഖമേനിയുടെ മുന്നറിയിപ്പ് വരുന്നത്. ഈ മുന്നറിയിപ്പിനെ ഇറാഖ്, കുവൈത്ത്, UAE, ഖത്തർ, ബഹ്റൈൻ, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ മുഖവിലക്കെടുത്താൽ അമേരിക്കയ്ക്ക് ഏഷ്യയിൽ സൈനിക താവളം ഒരുക്കി യുദ്ധത്തിന് ഇറങ്ങാൻ പറ്റാതാകും. ആ സാഹചര്യത്തിൽ യുദ്ധത്തിന് ഇറങ്ങുക അമേരിക്കയ്ക്ക് ഒട്ടും എളുപ്പവുമാകില്ല. ഇതോടെ ട്രംപിന്റെ ഭീഷണിയെല്ലാം വെള്ളത്തിൽ വരച്ച രേഖ പോലെയാകും. അതുതന്നെയാണ് ഇറാൻ ആഗ്രഹിക്കുന്നതും. ഇന്റർനാഷണൽ ഡെസ്ക്, സുപ്രഭാതം. Waytonikah.com, the exclusive Muslim matrimonial site.